ഇങ്ങനെ കരയല്ലേ കരയല്ലേ മോളെ. അവൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. ആരും നമ്മൾ കാണുന്ന പോലെയല്ല അല്ലേ സതീഷേ? എന്താ എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? അവനെന്താ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? അവനാണ് പോലീസിനെ കൂട്ടി ഇവിടെ വന്നത്? ബാലുവിനെ സതീഷേട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അവൻ പാവ, അവനല്ല അന്നത്തെ പ്രശ്നത്തിന് പിന്നിൽ. പിന്നെ അന്ന് ബാലുവിനെ കൊണ്ട് പൈസ ചോദിപ്പിച്ചതും സതീഷേട്ടനെ കൊല്ലാൻ നോക്കിയതൊക്കെ സന്ദീപിന്റെ പരിപാടിയാ. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? ഇത് പറയാനാ പോലീസുകാർ ഇവിടെ വന്നത്. പോലീസ് എന്തു പറഞ്ഞു? ഇന്നലെ രാത്രിയില് സന്ദീപ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു? ബാലുവിനോട് ഇങ്ങനെ ചെയ്ത വിഷമത്തിലും മനം നൊന്ത് എനിക്കൊരു കത്ത് എഴുതി വെച്ച് അവൻ ആത്മഹത്യ ചെയ്തു. ഞാൻ സന്ദീപ്, പണക്കാരനായ ഒരു അച്ഛൻ്റെ മകനായിട്ടും പണത്തിനു വേണ്ടി പല തെറ്റായ വഴികളും ഞാൻ തെരഞ്ഞെടുത്തു. ആത്മാർത്ഥ സുഹൃത്തായ ബാലുവിനെ പോലും പണത്തിനു വേണ്ടി എനിക്ക് ചതിക്കേണ്ടി വന്നു. ബാലുവിൻ്റെ അച്ഛനും ചേച്ചിയും എന്നോട് ക്ഷമിക്കണം. ബാലു നിരപരാധിയാണ്. സതീഷേട്ടൻ വിഷമിക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ബാലുവിന്റെ അടുത്ത്. നന്ദു, എനിക്കൊരു ബുൾസൈ അളിയനും കൂടെ. സതീഷേട്ടാ ബുൾസൈ വേണോ? സതീഷേട്ടാ ബുൾസൈ വേണോന്ന്. നന്ദു, കുരുമുളക് നല്ല കട്ട കിട്ടോ. മൂത്ര തടസ്സത്തിനേ നല്ലതാ. ഞാൻ പോയതിനു ശേഷം നന്ദു നീ അളിയനെ നോക്കുന്നില്ലേ? നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. സതീശേട്ടാ, ഇഡ്ഡലി കഴിക്കുന്നില്ലേ? ഒരു ഇഡ്ഡലി മതിയോ? ഒന്നുകൂടെ കഴിക്കുന്നോ? സാമ്പാർ കുറച്ച് വേണ്ട, എന്നൊരു ഇഡ്ഡലി കൂടെ കഴിക്കും. കഴിക്കളിയാ, ഇങ്ങോട്ട് പോരട്ടെ. നന്ദോ, എന്താടാ എന്റെ ബുൾസൈ റെഡിയായോ? അച്ചപ്പോട്ടെ, അളിയൻ ഇറങ്ങിയോ? പോലളിയ, എന്നൊന്ന് മാനേജർ വിട്ടാൽ മതി. ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരൊന്ന് പിക്ക് ചെയ്യണം. ബോബ് മാർലി ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് ബോബ് മാർലി മതി അളിയാ. അളിയ നിർത്ത്. പോവാം. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ, നോർത്തിൽ നിന്ന് വന്നതാ. എറണാകുളത്തും കാസർഗോഡും തൃശ്ശൂരും. ഇവർക്കൊക്കെ ഒരു അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ചില പാക്കറ്റ് ഡീലുകൾ. ഇനിയൊരു മേജർ അസൈൻമെൻറ്റോട് തീർക്കാനുണ്ട്, ഒരു ജലാറ്റിൻ കമ്പനിയായിട്ട്. അതാ എല്ലാവരും കൂടെ ഇവിടെ. അപ്പോൾ അളിയാ ഇവിടെ എന്താ നിന്റെ ഉദ്ദേശം?
ഈ സംഗീതം വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. തലയ്ക്ക് പിടിച്ച ഇമ്മാരി സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ വലിയ പാടാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവരുടെ കൂടെ കൂടിയിട്ട് കുറച്ചായെന്നാ കേട്ട. ഇവരുടെ ഇടയിലൊരുത്തിയുണ്ട്. ഓ, അതാണ് മരുന്ന്. എന്താ പിന്നെ അറസ്റ്റ് ചെയ്യാത്തെ? അതാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ കുഴപ്പം. പിന്നെ ഇവന്മാരി കൊന്നു തള്ളുന്നൊന്നും സാധാരണക്കാരെ അല്ല. ഇവന്മാര് ബാൻഡ് പരിപാടി നടത്തുന്ന സ്ഥലത്ത് അതേ ദിവസം ഒരാൾ ചത്തിരിക്കും. ഈ ചാകുന്നവന്മാരൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് ആരും ഇവന്മാർക്കെതിരെ സാക്ഷിയും പറയില്ല. അതുകൊണ്ട് എന്താ ഇവന്മാരായത് ചെയ്യുന്നെന്നുള്ളതിന് വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലില്ല. ഇപ്പൊ ഇവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവന്റെ അമ്മയുടെ ബാൻഡ് തീർക്കണ ശശി, നമുക്ക് അവരെ കാശത്രയാണെങ്കിലും ഞാനറിയാം. ഇത് പോലീസാ. ഇതിലും വലിയ വിപ്ലവങ്ങൾ നമ്മൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങ് ഡൽഹി നടന്ന പോലെ കൂട്ടത്തിൽ ആ പെണ്ണിനെ നമ്മുടെ ബാസ്റ്റിനെയും പിള്ളേരെ ഇറക്കി അങ്ങ് ചാമ്പിക്കും. പറന്ന് അവന്മാരാണെ പരോളിൽ ഇറങ്ങിയിട്ട് ഒരു പണിയില്ലാതെ ചുമ്മാ അവിടെ ഇരിക്കുക. പെണ്ണിനെ തൊട്ട യുവന്മാര് വെറുതെ ഇരിക്കൂ. ഒന്നുകിൽ നമ്മുടെ പിള്ളേര് തീർക്കും, അല്ലെങ്കിൽ എൻകൗണ്ടറിൽ തീരും. നാളെ വെള്ളെ പൊതിഞ്ഞ ചെക്കന്റെ മുഖം കാണുന്നത് ഒരു സുഖമല്ലേ? ഒന്ന് ഓർത്തു നോക്കണ്ട സാറേ. സാറേ, ഞാൻ ഈ ബൈക്കൊക്കെ ഒന്ന് മാറ്റി ദേ അതുപോലെ ഒരെണ്ണം ആക്കിയാലോന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. എന്നാ ശരി. സതീശ, ഫോൺ വിളിച്ചിട്ടൊന്നും എന്നെ കിട്ടണില്ലല്ലോ. കാണണമെങ്കിൽ കാറും പിടിച്ചിട്ട് നമ്മൾ ഇവിടം വരെ വരണല്ലേ? ഇസ്മാജി, ഞാന് അത് വിട്. നമ്മുടെ പൈസ പോയ വഴി കാണുന്നില്ലല്ലോ എൻ്റെ സതീശ. അല്ല ഇസ്മാജി, അത് പോകുന്നുമില്ല. ഈ പോലീസുകാർ നമ്മുടെ പുറകെ ആയതുകൊണ്ട് ഡീലൊന്ന് ചവിട്ടാൻ പറഞ്ഞതാ. നമ്മളും ചോരന്നെ തിന്നണ സതീശ്. ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ല ഇസ്മാജി, നമ്മൾ എത്ര കാലം ഒരുമിച്ച് ഡീൽ നടത്താൻ തുടങ്ങിയിട്ട് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആണ്ട് മാത്രമാണ് എന്നെ ഇത്രയും വിട്ടത്. ഇയാളെ കോയാക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. നമ്മൾ ചെയ്യണ ഇടപാടിൻ്റെ നേരും നെറി എന്താണെന്ന് എനക്കറിയില്ലേ. അത് തെറ്റിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ എന്നെ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ. എൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്നോടും ചെയ്യേണ്ടി വരും. ഇസ്മാജി, ഞാൻ ഈ ഒറ്റയ്ക്ക് നടത്തുന്ന ആ ജലാറ്റിൻ കമ്പനീൻ്റെ ഡീലുണ്ടല്ലോ, അതിലേക്കൊന്നും എൻ്റെ പൈസ മറന്നില്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. നമ്മൾ നാളെ വൈകിട്ട് വരെ കാക്കും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പൈസ എത്തേണ്ടോടത്തെത്തും. ദേ, ഹലോ ശശി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഓട്ടോയിൽ ഇടക്കൊണ്ടെന്നാക്കി. അപ്പം നല്ല ഫിറ്റായിരുന്നാ ഓൻ പറഞ്ഞ.
ഭാര്യയും മക്കളായിട്ട് തെറ്റിയിട്ട് ഒറ്റയ്ക്കല്ലേ മൂപ്പരോട് താമസിക്കുന്നത്. എന്തൊക്കെയോ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ മൂപ്പർക്ക് ഉണ്ടായിരുന്നെന്ന് കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ? ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും വ്യക്തമല്ല. ഞാൻ ശശിധരൻ, വയസ്സ് 43. ഒരു നല്ല പോലീസുകാരനായോ ഒരു നല്ല ഭർത്താവായോ അച്ഛനായോ എനിക്ക് ജീവിക്കാനായില്ല. ഈ നാട്ടിൽ നടന്ന പല കൊള്ളരുതാത്ത കാര്യങ്ങൾക്ക് പിന്നിലും ശശിധരൻ എന്ന പോലീസുകാരന്റെ വഴിവിട്ട സഹായമുണ്ട്. എന്നെ പോലുള്ള പോലീസുകാർ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ മരണത്തിന് കാരണം ഞാൻ മാത്രമാണ്. ഞാൻ സതീഷ്. നല്ല ജോലി, കുടുംബം, സന്തോഷം. പക്ഷേ ഇത് മാത്രമല്ല ഞാൻ. കുഴൽപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഈ നാട്ടിലെ സകല ക്രൈമിൻ്റെയും പിന്നിൽ എൻ്റെയും കൈയുണ്ട്. എന്നെ സ്നേഹിച്ച വീടിനെയും ഈ നാടിനെയും ഞാൻ ചതിക്കുകയായിരുന്നു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാൻ മരിക്കേണ്ടവനാണ്. എൻ്റെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രം. എൻ്റെ സ്വന്തം. கண் ஏதாவது என் பக்கம் திரும்பிச்சுன்னா நான் உன்னை சுட்டுருவேன். തുറന്നേ, വാതിൽ തുറന്നേ. ആഹാ, നിങ്ങളെല്ലാരും കൂടെ എന്ത് ചെയ്യായിരുന്നടാ ഇതിനകത്ത്? ഞാനിവരെ അളിയനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാ. വല്ല ലോൺ വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടേ. ഹായ് ചേച്ചി. ഹായ്. നമസ്കാരം. സതീഷേട്ടൻ എപ്പോ എത്തി? ബാങ്കിൽ പോണില്ലേ ഇന്ന്? ഞാൻ അച്ഛൻ്റെ കൂടെ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയതാ. പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കാം.
ಎಸ್, ಇರ್ಫಾನ್ ಅಹಮದ್. ಯಾರು ನೀವು? ಐ ವಾಂಟ್ ಟು ಮೀಟ್ ಮಿಸ್ಟರ್ ಇರ್ಫಾನ್ ಅಹಮದ್, ಪ್ಲೀಸ್. സി മിസ്റ്റർ, നിങ്ങൾ പറയുന്ന പോലെ അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നോ എവിഡൻസ്, തെളിവില്ല. നോട്ട് ഇവൻ എ ക്ലൂ. ഇവരുടെ നേതാവ് റാണ പോലീസ് റെക്കോർഡ്സിൽ പലതവണ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു റാണ മരിക്കുമ്പോൾ മറ്റൊരു റാണ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. ഹമാരാ പാസ് ഉസ്കാ ഏക് സ്കെച്ച് ഭി നഹീ ഹൈ. വി ഹാവ് ഓൺലി അസംപ്ഷൻസ്, സിർഫ് അസംപ്ഷൻസ്. തെളിവില്ലാതെ എനിക്ക് അവരെ തൊടാൻ പോലും പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ദേ ആർ ക്രിമിനൽസ് ആൻഡ് ഐ വിൽ ഗെറ്റ് ദം വൺ ഡേ. പിന്നെ നിങ്ങളുടെ ഡീൽ വെറും ഒരു സാധാരണ ഡീലല്ലേ? അവര് പറയുന്നത് പോലെ ഇതിന് ജലറ്റിൻ കമ്പനിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അല്ലേ സതീഷ്? നോ സർ, ബട്ട് ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ... അവരെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയാണ്? ദേ ഹാവ് സം ഹിഡൻ ടാർഗറ്റ്. യെസ് സർ, ബട്ട് സി സതീഷ്, അവരുടെ ഓപ്പറേഷൻസ് അവരുടേതായ ചില പാറ്റേൺസ് ഉണ്ട്.